Within the aura, I grow harder. Aurafix. Hi everyone, welcome to Aurafix. Myself Tanvi. So ultimate muscle building workout series inde രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു, which was for chest, shoulder, triceps. If you didn't watch it, I'll put it in the description. Please watch it. And today it's gonna be day 2, which is for back and biceps. Once again, let me remind you the weekly schedule. Day 1, chest, shoulder, triceps. Day 2, back and biceps. Day 3, leg. Day 4, chest and abs. Day 5, shoulder and triceps. Day 6, back and biceps. And day 7, rest. As usual, നമ്മൾ വെയ്റ്റ് ലിഫ്റ്റിംഗിന് പോകുന്നതിന് മുമ്പ് 3 minutes of treadmill and 5 minutes of dynamic stretching. Let's go. So in the day 2 ആണ്. So today we'll be doing back and biceps. 3 workout backനും 3 workout bicepsനായിരിക്കും. So ആദ്യം നമ്മൾ back ചെയ്യും and then we'll get into biceps. So the first workout for the day is bend over row. Okay? So 3 സെറ്റ് ചെയ്യും. 8 to 12 range. ഞാൻ ഇവിടെ stepper യൂസ് ചെയ്യാണ്. If you don't have stepper, it's fine. Don't use it. And if you're not comfortable, do it in the floor itself. ഞാൻ ഇതിലാണ് പ്രിഫർ ചെയ്യുന്നത്. So I do it with this. Now നമ്മൾ റെഗുലർ ആയിട്ടുള്ള ബെൻഡ് ഓവർ പൊസിഷനിലേക്ക് പോവാം. സോ നോർമൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബെൻഡ് ഓവർ ചെയ്യുന്നതിന് പകരം നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ബാക്കിന് കുറച്ചും കൂടി ഫോഴ്സ് കൊടുക്കും. നമ്മൾ മൊത്തം ഫോഴ്സ് നമ്മുടെ ബാക്കിലേക്ക് കൊടുക്കുകയാണ്. ലൈക്ക് മൊത്തത്തിൽ ഷൂട്ട് യുവർ ബാക്ക് ലൈക്ക് ദിസ്, ബാക്ക് 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 ബാക്ക്. ഫ്രം ഹിയർ സ്ലൈറ്റ്ലി ബെൻഡ് യുവർ നീ, ചെസ്റ്റ് അപ്പ് ആൻഡ് പുഷ് ദി പാർട്ട് യുവർ ബെല്ലി. Yeah, yeah, slow with a good posture. Breathe out. ബ്രീത്ത് ഇൻ. നമ്മൾ റോബോട്ട് ഒന്നല്ല ചെയ്യുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ ബോഡി ചെറുതായിട്ടൊന്ന് മൂവ് ആവും. സോ ഇറ്റ്സ് ഫൈൻ. നമ്മുടെ മൊത്തത്തിലായിട്ടുള്ളൊരു പോസ്ചറിനെ എഫക്റ്റ് ആവുന്നില്ലെങ്കിൽ സ്ലൈറ്റ് മൂവ്മെൻ്റൊക്കെ കുഴപ്പമില്ല. ബട്ട് എന്നാലും മേക്ക് ഷുവർ ട്രൈ ആസ് മച്ച് ആസ് പോസിബിൾ പോസ്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. ഐ സീ പീപ്പിൾ ഡൂയിങ് ലൈക്ക് ദിസ്. അവോയ്ഡ് ദാറ്റ്. Put the normal weight നമ്മളെ കൊണ്ട് എത്ര പറ്റുന്നുണ്ടോ അത് നമ്മൾ ചെയ്യുക. ആൻഡ് വിത്ത് എ ഗുഡ് പോസ്ചർ, ഗുഡ് ഫോം. ഓക്കെ. Now second workout for back. Next is lat pull down. So നമ്മൾ 3 സെറ്റ് ചെയ്യും with 8 to 12 rep range. Okay, let's go. ചില ലാപ്പ് പുൾ ഡൗണിൻ്റെ മെഷീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഹൈറ്റ് ആയിരിക്കും. സോ നമ്മുടെ ഫൂട്ട് മൊത്തത്തിലായിട്ട് ഫ്ലോറിൽ ഉണ്ടാവില്ല, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. ഫോർ ദാറ്റ് ഐ വുഡ് സജസ്റ്റ് യു ടു ഗോ വിത്ത് ദിസ് ലൈക്ക് ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ വെക്കാവുന്നതാണ്. ലാറ്റ് പുൾ ഡൗണിൻ്റെ പൊസിഷനിലേക്ക് പോവാം. ഫ്രം ഹിയർ മാക്സിമം ഫ്രണ്ടിലേക്ക് പോവാം. ഫ്രണ്ടിൽ പോയിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് പെർഫെക്റ്റ് ചെയ്യുക. ഫ്രം ഹിയർ now retract your scapula by rolling the shoulder back like this. Okay, ചെറുതായിട്ടൊന്ന് ഷോൾഡർ ബാക്കിലേക്ക് പോവാം. ചെസ്റ്റ് ഫ്രണ്ടിലേക്ക്, എൽബോ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ഫ്രം ഹിയർ ലുക്ക് അറ്റ് ദി ബാർ ആൻഡ് പുഷ്. ഓക്കെ, ലൈക്ക് ദിസ്. ഓക്കെ, സോ ഡോണ്ട് ലീൻ ബാക്ക്. ചെറുതായിട്ട് ലീൻ ബാക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ബട്ട് ഐ ഡോണ്ട് റെക്കമെൻഡ്. ഞാൻ സ്ട്രേറ്റ് 90 ഡിഗ്രിയിലാണ് ഞാൻ ചെയ്യാൻ പറയുന്നത്. ബട്ട് ഇഫ് യു ക്യാൻ ഡു ഇറ്റ് സ്ലൈറ്റ്ലി ലൈക്ക് ഫ്രം ഹിയർ സ്ലൈറ്റ് ആയിട്ട് കൊണ്ടുപോവാം. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ബട്ട് ഡോണ്ട് ഡു ലൈക്ക് ദിസ് ടു മച്ച്. ലൈക്ക് അവറേജ് ആയിട്ടുള്ള ഈ ഒരു ഫോം കുഴപ്പമില്ല. ബട്ട് ഐ റെക്കമെൻഡ് ലൈക്ക് ദിസ്. ലുക്ക് അറ്റ് ദി ബാർ സ്ലോലി. Okay, slowly up. Now while bringing down, breathe out. Now breathe in. Now breathe out, breathe in. നമ്മളിപ്പോൾ 2 ബാക്കിൻ്റെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തേലേക്കാണ് പോകുന്നത്, വിച്ച് ഇസ് ദ ലാസ്റ്റ് വർക്കൗട്ട് ഫോർ ബാക്ക് ഫോർ ടുഡേ. സോ ദ വർക്കൗട്ട് നെയിം ഈസ് സീറ്റഡ് റോ. നമ്മൾ 3 സെറ്റ് വീതം 8 to 12 rep റേഞ്ചിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. യു ജസ്റ്റ് സിറ്റ് ഇൻ ദി മെഷീൻ. ഫ്രം ഹിയർ നമ്മൾ ബാറിനെ നമ്മുടെ ബെല്ലിയിലേക്ക് പുല്ല് ചെയ്യാം.
Okay, so but നമ്മൾ പുള്ള് ചെയ്യേണ്ട നോക്കും പുള്ള് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ we should not lean back like this. Okay, it should be like this, in the forward position. Even not even the 90, it should be in the forward position like this. Okay, so from here we're gonna pull. You should be in the forward position. At the same time, squeeze it. നന്നായിട്ട് നമ്മളെ ബാക്കിനെ സ്ക്വീസ് ചെയ്യാം. Slowly release ചെയ്യാം. And from here, squeeze it. Slowly. And now, breathe out. Breathe in. So, അങ്ങനെ നമ്മൾ ബാക്ക് വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. We just did 3 workouts for back and we completed all 3. Now, നമ്മൾ ബൈസെപ്സിലേക്ക് പോവാണ്. The first workout for the biceps is inclined dumbbell curl. Inclined dumbbell curl നമുക്ക് ബെഞ്ച് വേണം. So, bench ഞാനൊരു 60 ഡിഗ്രിയിൽ ചെയ്യാണ്. നോർമൽ ഡംബിൾ കേളിനാട്ടി കുറച്ചും കൂടി ഹാർഡാണ്. So, I suggest you to go with low weight. ഞാനിപ്പോൾ 8 kg ആണ് എടുത്തേക്കണം. ആൻഡ് ലെറ്റ്സ് ഗോ. ഓക്കെ, സോ നമ്മൾ ഈ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രം ഹിയർ യു കാൻ ലിഫ്റ്റ് ദ ഡംബൽ. ഓക്കെ, നമ്മൾ മൊത്തത്തിലായിട്ട് കേൾ ചെയ്യുക ആൻഡ് സ്ക്വീസ് യുവർ ബൈസെപ്സ്. ഓക്കെ, സോ ഫ്രം ഹിയർ സ്ലോലി ഡൗൺ. യാ, സോ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എൽബോ ലോക്ക് ആയിരിക്കണം. ലൈക്ക് while doing it, it should not come front. It should be like this, completely locked. Yeah. So from here down. Now curl it, squeeze it slowly down. Yeah. So while going down, it should be like 3 seconds. Tempo നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. 3 seconds ആയിട്ട് താഴെ കൊണ്ടുവരാം. സോ ഇനി നമ്മുടെ 5ാമത്തെ വർക്കൗട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്, വിച്ച് ഇസ് പ്രീച്ചർ കേൾ. ഇത് നമ്മുടെ 3 സെറ്റ് വിത്ത് 12 റെപ്പിറ്റേഷൻ. ഈ റെപ്പിറ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 4+4+4 4 റെപ്പിറ്റേഷൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു 5 seconds ഹോൾഡ് ചെയ്യും. ആൻഡ് അഗെയിൻ 4 ആൻഡ് ഹോൾഡ് ഫോർ 5 seconds ആൻഡ് അഗെയിൻ 4 rep. Yeah, let's do. We'll lift the bar. Okay, so നമ്മൾ ഈ പൊസിഷനിലാണ് തുടങ്ങുന്നത്. ഓക്കെ, 1, slowly negative, 2, slowly negative, 3, slowly negative, and now 4. Yeah, slowly negative. From here we'll hold for 5 seconds. 1, 2, 3, 4, 5. Yeah, now 4. 1, 2, 3, 4. Now we'll hold for another 5 seconds. 1, 2, 3, 4. Now 4 more. 1, 2, 3, 4 more. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് റിലീസ് ചെയ്തിട്ടല്ല ഹോൾഡ് ചെയ്യേണ്ടത്. ചെറുതായിട്ട് നമ്മളെ ബൈസെപ്സിന് ടെൻഷൻ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ബാർ ഈ പൊസിഷനിലുണ്ട്, അപ്പോൾ ഫുള്ളായിട്ട് ബാർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി അവിടെ ഒരു സ്പേസ് ഉണ്ടാണ്, എത്ര സ്പേസ് എങ്കിലും സ്ക്വീസ് ചെയ്യണം. മാക്സിമം ബൈസിനെ സ്ക്വീസ് ചെയ്യണം. And there should be space as well, not like this. Okay, yeah. നമ്മുടെ ഇന്നത്തെ ഫൈനൽ വർക്കൗട്ടിലേക്ക് വന്നിട്ടുണ്ട്. 6th വർക്കൗട്ട് ഫോർ ദി ഡേ. വിച്ച് ഈസ് ഹാമർ കേൾ. സോ ഹാമർ കേളിൽ ചെറുതായിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. ബേസിക്കലി നമ്മൾ 3 സെറ്റ് ചെയ്യും വിത്ത് 16 rep. സോ ഈ 16 rep എന്ന് വെച്ചാൽ 8+8. സോ ആദ്യം 8 rep നമ്മൾ നോർമൽ ഹാമർ ചെയ്യും. എന്നിട്ട് 8 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രോസ് ഓവർ ഹാമർ ചെയ്യും. എങ്ങനെയാണ്? ഫോർ 8 rep. ടോട്ടൽ 16. 1. Again, നമ്മുടെ എൽബോ ലോക്ക് ആയിരിക്കണം. ഓക്കെ, 2, 3, 4, 5, 6, 7, 8. Now we'll do the crossover. 1,
2, 3, 4, 5, 6, 7. Yeah. So അങ്ങനെ total of 16 rep ചെയ്യാം for 3 sets. Finally, നമ്മൾ day 2 workout complete ചെയ്തു. 3-4 back and 3-4 biceps. ഇനി next video എന്ന് പറയുന്നത് day 3 ആണ്, which is for leg. I hope you enjoyed the video. Please like, comment, share and subscribe my channel. And thank you so much.